ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് നമ്മുടെ പഴയ വീഡിയോയിൽ വെസറക്സിൻ്റെ അപ്ഡേറ്റ് ചോദിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട്. വെസറക്സിന് ഒരുപാട് വലിയ അപ്ഡേറ്റ് ഇല്ലെങ്കിലും ഒന്ന് രണ്ട് അപ്ഡേറ്റ് ഉണ്ട്. പക്ഷെ അത് ചെയ്യാൻ ലേറ്റ് ആയതിന് ഒരു പേഴ്സണൽ കാര്യമുണ്ട്. അതൊരു ഹാപ്പി ന്യൂസ് ആണ്. കാരണം ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുമ്പം ഒരു ഒഫീഷ്യൽ അമ്മാവനായിട്ടാണ്. എല്ലാവരും അമ്മാവൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഒഫീഷ്യൽ അമ്മാവൻ വിത്ത് തന്തവീപ് എന്നൊക്കെ പറയില്ല, ആ ഒരു മൈൻഡിലാണ് ഇപ്പം വീഡിയോ ചെയ്യുന്നത്. സോ സിസ്റ്റർ ക്യാരിങ് ആയിരുന്നു. അപ്പം ഡെലിവറി കഴിഞ്ഞേ ഉള്ളൂ. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കായിരുന്നു. അപ്പം മെയിൻലി വെസറക്സിൻ്റെ അപ്ഡേറ്റിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞു 19 മുതൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു 28 വരെ. അതിനെക്കുറിച്ചിട്ടില്ല, എന്താണ് വോട്ടിങ്ങിൽ 1 എന്താണ് 2 എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 1 നിങ്ങൾ കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 1 ആണ് കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പ്ലാനിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവർ റീസ്ട്രക്ചറിങ് ഒക്കെ പ്ലാൻ കൊണ്ടുവന്ന് വീണ്ടും ടൈം ടേക്കിംഗ് ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ 1 ചെയ്യണമെന്നാണ് എല്ലാവരും പറയുന്നുണ്ടാവുക. അത് ഞാൻ പറഞ്ഞത് നിങ്ങളുടേതായ അഭിപ്രായങ്ങളാണ്. പക്ഷേ ഇവർ വെസറക്സ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും അതിൻ്റേതായ കള്ളത്തരകൾ കാണിക്കും എന്നുള്ളതാണ് സത്യം. ഇപ്പം നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ പോർട്ട്ഫോളിയോ കാണിച്ച സമയത്ത് 18 ജൂലൈ 18 ഹാക്ക് നടന്ന സമയത്ത് നിങ്ങളുടെ എത്ര ഫണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതും, അതുപോലെ അത് 85% നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. ഫണ്ടിൻ്റെ 85% ആണ്. അതായത് നിങ്ങളിപ്പം 1000 മതി, 10,000 ഷിബ ടോക്കണും അല്ലെങ്കിൽ 100 XRP വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വൽ അല്ല. അന്ന് ജൂലൈ 18 ഈ 10,000 XRP 10,000 ഷിബായിനും ഇത്ര XRPക്കും എത്രയാണ് ടോട്ടൽ USD വാല്യൂ ഉണ്ടായിരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫണ്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ടോക്കണിൻ്റെ നേർപ്പകുതി എല്ലാവരും തരുന്നുണ്ടാവുക. അത് തന്നെ കള്ളത്തരാണ്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ജൂലൈ 18 നമ്മുടെ കാൽക്കുലേറ്റർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പോർട്ട്ഫോളിയോ വാല്യൂ ജൂലൈ 18 ഉണ്ടായിരുന്നത് ഇത്ര USD ആണ്. അതിനുശേഷം ആസ് ഓഫ് നിങ്ങൾക്ക് കിട്ടേണ്ട ഷെയർ ഇത്രയാണ്, ആ ഷെയറിൻ്റെ ഇന്നത്തെ വാല്യൂ ഇത്രയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ അതിൽ കൊടുത്തേക്കുന്നത്. അപ്പം ആ ഷെയറിൻ്റെ വാല്യൂ ഇന്നത്തെ വാല്യൂ, ലൈക്ക് ആ ഷെയറിന് ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് ഏത് ദിവസത്തെ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടണം. അവിടെയാണ് അവർ വീണ്ടും കള്ളത്തരം ചെയ്തേക്കണത്. ഈ കഴിഞ്ഞ ജനുവരി 17 നിങ്ങളുടെ പോർട്ട്ഫോളിയോ എത്ര രൂപയാണ്, നിങ്ങളുടെ ടോക്കണിൻ്റെ ലൈക്ക് എത്ര രൂപയാണോ അതിനനുസരിച്ചിട്ടാണ് ജനുവരി 17 എന്നുള്ളൊരു ഡേറ്റ് ആണ് ഇവർ ചൂസ് ചെയ്തേക്കുന്നത്. അത് ആരോട് ചോദിച്ചിട്ടാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷേ അത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ ജനുവരി 17 ഈ പറഞ്ഞ ടോക്കൺ എല്ലാം നല്ല രീതിയിൽ ഹൈ നിൽക്കുന്ന ഒരു റേഞ്ചിലായിരുന്നു, എല്ലാം നല്ല പ്രൈസിൽ നിൽക്കുന്ന സമയത്തായിരുന്നു അവർ ആ പ്രൈസ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഹൈ നിൽക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. കൺഫ്യൂസിങ് ആവുമോ എന്നറിയില്ല, എന്നാലും ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ജൂലൈ 18 നിങ്ങളുടെ 100 രൂപയാണ്, ഒരു ബിറ്റ് കോയിൻ 100 രൂപയാണെന്ന് വിചാരിക്കുക. എല്ലാം എസംഷൻ ആണ്. അപ്പം 100 രൂപ ഉണ്ടായിരുന്ന ഒരു ബിറ്റ് കോയിൻ നിങ്ങൾ ഒന്ന് വാങ്ങി ജൂലൈ 18. അപ്പം നിങ്ങളുടെ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ 100 രൂപയാണ്. 100 രൂപയ്ക്ക് ഒരു ബിറ്റ് കോയിൻ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. അതിനുശേഷം ഹാക്ക് സംഭവിച്ചു. അതിനുശേഷം ഈ ജനുവരി 17 നോക്കുന്ന സമയത്ത് ഈ 100 രൂപയ്ക്ക് നിങ്ങൾ അന്ന് വാങ്ങിയ ബിറ്റ് കോയിൻ്റെ പ്രൈസ് 200 രൂപയായിരുന്നു. ജനുവരി 17 200 രൂപയായിരുന്നു. സോ ഇവർ നിങ്ങൾക്ക് തരുന്നത് ബിറ്റ് കോയിൻ അല്ല, നിങ്ങളുടെ എത്ര പോർട്ട്ഫോളിയോ വാല്യൂ ഉണ്ടായിരുന്നുള്ളത്. അപ്പം 100 രൂപയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂ. ആ സാധനം ജനുവരി 17 200 രൂപ ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 100 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ 200 രൂപയുടെ പകുതിയാണ് കിട്ടുന്നുണ്ടാവുക. കാരണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ 100 രൂപയായിരുന്നല്ലോ. അപ്പോൾ ബിറ്റ് കോയിൻ ഇപ്പോൾ 200 ആണെങ്കിൽ അതിൻ്റെ നേർപകുതി 0.5 എന്ന് പറയുമ്പോൾ 0.5 ബിറ്റ് കോയിൻ ജനുവരി 17 അപ്പോൾ എത്രയാവും? 100 രൂപ. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂം ഇത് തമ്മിൽ ഈക്വലായി. അത് എന്തുകൊണ്ടാണ് ഓൾ ടൈം ഹൈയിൽ നല്ല ഹൈയിൽ നിൽക്കുന്ന സമയത്ത് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ കറക്ഷൻ ഉണ്ട്. അപ്പോൾ ജനുവരി 17 നിങ്ങൾക്ക് അപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷൻ തരികയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 0.5 ബിറ്റ് കോയിൻ കിട്ടിയേനെ. പക്ഷേ അവർ അന്നത്തെ വാല്യൂ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും 10-20% താഴത്തേക്ക് വന്നു. പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും എത്രയാണ് എന്നുള്ളത് അവിടെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, ജനുവരി 17 നിങ്ങൾക്ക് 100 രൂപ എന്നുള്ളത് കിട്ടണമെന്നുണ്ടായിരുന്നെങ്കിൽ 0.5 ബിറ്റ് കോയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ 0.5 ബിറ്റ് കോയിനാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. അതിനുശേഷം ബിറ്റ് കോയിൻ്റെ പ്രൈസ് നല്ല താഴത്തേക്ക് പോയി എന്ന് വിചാരിക്കുക. 100 രൂപ എന്ന സാധനം 50 രൂപ ആയാലും നിങ്ങൾക്ക് 0.5 ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പം 2.5 ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പം പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി താഴത്തേക്ക് കുറഞ്ഞിട്ടുണ്ടാവും. സോ ഇതാണ് സംഭവം. ഈ പറഞ്ഞ മൊത്തം നമുക്ക് കിട്ടുമോ എന്നാൽ ഈ പറഞ്ഞ 50% 2.5 മൊത്തം കിട്ടുമോ? ഇല്ല, അതിൻ്റെ 85% നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. സോ ഇങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം നമ്മൾ എന്തായാലും അനുഭവിച്ചു, വി ഓൾ ആർ സഫേർഡ്. ഇനിയിപ്പം എന്തെങ്കിലും കിട്ടുന്നത് കിട്ടട്ടെ, ഈ എക്സ്ചേഞ്ചുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഫണ്ട് എന്തെങ്കിലും ലാഭം എന്നുള്ള രീതിയിൽ കൊടുക്കാന്നേ വരികയുള്ളൂ. അല്ലാണ്ട് ലൈക്ക് മേജർലി ഇപ്പം ഇത് പറഞ്ഞ സംഭവം സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇവർ 2 സ്കീം കൊടുത്തിരുന്നു. അതിൽ മിനിമം 50% പേരെങ്കിലും ഒന്നില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ വോട്ട് ചെയ്യണം. അപ്പം ഈ വോട്ടിംഗ് ഇട്ടിട്ട് 50% പേര് പോലും വോട്ടിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം കണക്കൊക്കെ ഇന്നെലിജിബിൾ ആയിരിക്കും. ഇനി ഈ സംഭവം സ്കീം അറേഞ്ച്മെൻറ്റ് ലൈവിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ 50% പേരെങ്കിലും ഇതിനകത്ത് വോട്ട് ചെയ്യണം. ആ 50% വോട്ട് ചെയ്തതിൽ 75% പേരും ഏതെങ്കിലും യെസ് അല്ലെങ്കിൽ നോ ഏതെങ്കിലും ഒന്നിൽ 70% കൂടുതൽ ചൂസ് ചെയ്താൽ മാത്രമേ ഈ സംഭവം സെറ്റ് ആവുള്ളൂ. സോ ഇതൊക്കെയാണ് ക്വിക്കായിട്ടുള്ള അപ്ഡേറ്റിന്. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം.
ആസ് യൂഷ്വൽ വെസറക്സ് ഒരുപാട് തട്ടിപ്പുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്കും ഇത് തട്ടിപ്പായിട്ട് തന്നെയാണ് തോന്നിയത്. ഇവർ ജനുവരി 17 എന്നുള്ള പ്രൈസ് ചൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ കൂടി കുഴപ്പമില്ലായിരുന്നു. അതും ചെയ്തിട്ടില്ല. എല്ലാം അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഇപ്പോൾ അവർ ഡെക്സ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ ഫണ്ട് തരും, പൈസ തരും, പ്രോഫിറ്റ് തരും, ഷെയറിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുക എന്നുള്ള. ഈ ഒരു ക്വിക്ക് അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.